അനുഭവിക്കാൻ യോഗമില്ലാത്തവന് എന്ത് കുന്തം കിട്ടിയിട്ട് എന്ത് കാര്യം? യോഗമുള്ളവനും കുന്തം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഈ ബാലഗോപാലിന്റെ ജാതകത്തിൽ എന്തോ ഏതോ ഒരു യോഗമുണ്ടത്രേ. അങ്ങനെ എന്തോ ഏതോ ഒരു യോഗമല്ല, ഞാൻ പറയാം. ഒന്ന് എഴുതാട്ടെ. അലക്ഷ്യലാഭശ്രീ, അതാണ് ബാലുന്റെ യോഗം. എന്താ അലക്ഷ്യലാഭശ്രീ. അങ്ങനെ ഒരു യോഗമുണ്ടോ? ആ, രാജയോഗം, ഗജകേസരി യോഗം, മാളവി യോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനത്തെ പറ്റി ആദ്യമായി അറിയാം. എടോ, ഈ അലക്ഷ്യലാഭശ്രീ ഉണ്ടല്ലോ, ലക്ഷത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരിക്കൽ വന്നിരുന്ന യോഗമാണ്. ആ യോഗം മാത്തച്ഛൻ പറഞ്ഞതല്ല, അലപ്യ ലപ്യശ്രീ, അതാ അതിന്റെ പേര്. പേരെന്തോ ആകട്ടെ, ഈ യോഗത്തിന്റെ പ്രത്യേകത കാരണമാണ് കൈ കിട്ടിയ നിധി കണ്ടവർ കൊണ്ടുപോയത്. ഇത് ഞാൻ പറഞ്ഞതല്ല, മുളങ്കാട്ട ഗുരുക്കൾ ഹരിച്ച് പെറുക്കി ഗുണിച്ചു പറഞ്ഞ കാര്യമാണ്. ബാലുവിന്റെ സാന്നിധ്യം ഒന്ന് മതി, ഇന്നത്തെ പിച്ചക്കാരൻ നാളത്തെ ലക്ഷപ്രഭുവാകും. മുളങ്കാട്ട് ഗുരുക്കൾ അങ്ങനെ പറഞ്ഞു? പ്രസിഡന്റ്, അങ്ങനെ പറഞ്ഞ് നാവ് എടുക്കുന്നതിന് മുമ്പാ ബാലുവിന് നിധി കിട്ടിയതും നിധി പോയതും. ഈ ജോത്സ്യന്മാരെന്ന് പറയുന്നവർ നാട്ടിൽ അന്ധവിശ്വാസം പരത്തുന്നവരാണ്. യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എല്ലാ പഞ്ചായത്തിൽ ഒരുത്തരും പറഞ്ഞു പോകരുത്. മുളങ്കാട്ട് ഗുരുക്കൾ പറഞ്ഞെങ്കിലേ അത് വെറുതെ ആവില്ല പ്രസിഡന്റ്. ഗുരുക്കളാരാ? ദൈവോ? ആരെ ബേവക്കൂഫ് പ്രസിഡന്റ്? ദൈവം നേരിട്ട് വന്ന് ആരോടും സംസാരിക്കാറില്ല. അങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാണ് പതിവ്. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കട്ടോ? കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാരുടെ എന്റെ കൂലിക്കാരോ? സൂക്ഷിച്ച് സംസാരിക്കണം. എടോ, AK-47 നെഞ്ചിന് നേരെ ചൂണ്ടിയുന്ന ചൈനക്കാരോടും പാകിസ്ഥാൻകാരോടും സൂക്ഷിച്ചല്ല ഈ മാത്തച്ഛൻ സംസാരിച്ചിട്ടുള്ളത്. എന്നറിയവനാണ് ഞാൻ. പിന്നെ ഒരു തുക്കട പഞ്ചായത്തിന്റെ ഉച്ചാളി പ്രസിഡന്റ്.